Hi 10th, welcome back to my channel. As you know, we were discussing about exercise 6.5 and last day we have discussed few questions, and today we are going to continue the discussion of exercise 6.5. And let us start from question number 3, isn't it? Because first and second question we already solved, and now we are going to solve question number 3, and I think fourth question also we have solved. Okay. So question number 3. It's a time to read question. Take that page number and read that question. And this is your question. In the given figure, ABD is a triangle right angled at A and AC perpendicular to BD. Show that AB square is equal to BC into BD, AC square is equal to BC into DC, and AD square is equal to BD into CD. So these are the three sub questions we must prove, and we are going to prove that. Okay. So you just pause the video right now and please read the question once again. Please try to understand the meaning of the question, exact meaning of the question. Please pause the video and read the question. And the question says that ABD is a triangle, right angle at A. So figure is given there in the question, but let us try to draw figure ourselves. ABD is a triangle. In the question it is given that ABD is a triangle right angled at A. So of course that triangle is a right triangle, no? So just draw a right triangle, and right angled at where? A. So here you are supposed to mark it as A, because right angle is at where? A. And since the triangle name is ABD, now the triangle name is ABD with the right angle at A. A is 90 degree ഉള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ABD is a right triangle ആയി, റൈറ്റ് ആംഗിൾ അറ്റ് എ യു ആയി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആൻഡ് AC പെർപെൻഡിക്കുലർ ടു BD. BDക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് BD എന്ന് പറയുന്നത്? BD എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം A ടു ഹൈപ്പോട്ടന്യൂസ്, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? AC. അതായത് BDക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് AC വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ദിസ് യു ക്യാൻ റീഡ് ഇറ്റ് ആസ്, you must read it as AC perpendicular to BD. This symbol stands for perpendicular. അതായത് എയിൽ നിന്നും AC എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ എങ്ങോട്ട് വരയ്ക്കണം? BDയിലോട്ട് വരയ്ക്കണം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ? BD എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസിലോട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ഗിവൺ ആസ് AC. നൗ AC ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൈപ്പോട്ടനസ് BD. ഓക്കെ. ഹൈപ്പോട്ടനസ് ആണെന്ന് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നമുക്കറിയാം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ഉള്ളിടത്ത് നിന്നും ഹൈപ്പോട്ടനസിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് AC എന്ന് ചുരുക്കം. യു മേ അണ്ടർസ്റ്റുഡ്, നോ? യെസ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫിഗർ. I think this figure is clear, no? Yes. And we have to prove few sub question. First sub question we must prove is AB square is equal to BC into BD. ഓക്കെ. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC ഇൻറ്റു BD. ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു മാർക്കറാണ്, അതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ അക്ഷരങ്ങൾ കൂടിപ്പോകും, പക്ഷേ ഞാൻ വായിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വി മസ്റ്റ് പ്രൂവ് AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC ഇൻറ്റു BD. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AB സ്ക്വയർ ഈസ് ഈക്വൽ ടു, നോക്കി, AB എന്ന് പറയുന്ന സൈഡ് എവിടെയാണ് വരുന്നത്? ഇതാണ് AB എന്ന് പറയുന്ന സൈഡ്. ഓക്കെ. പിന്നെ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC ഇൻറ്റു BD എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. BC എവിടെ നിന്ന്? ഞാൻ എങ്ങനെയാണ് നമ്മളത് ആൻസറിലോട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC ഇൻറ്റു BD എന്നാണ്. സോ AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇനി BC എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇനി BD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊത്തമാണ് BD. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു BC ഇൻറ്റു BD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ AB എന്ന് പറയുന്നത് ഇതാണ്, ഇനി BC എന്ന് പറയുന്നത് ഇതാണ്, ഇത്, പിന്നെ BD എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾസ് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പ്രൂഫിലോട്ട് എത്താൻ പറ്റും? ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ നമ്മുടെ ഫിഗറിലൊന്ന് മാർക്ക് ചെയ്തിടാം. AB ഇൻവോൾവ് ആണ്, പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള സൈഡാണ് ABയും BCയും BDയും ഒക്കെ. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിടാം. എന്നിട്ട് ആ സൈഡുകൾ ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾ ചൂസ് ചെയ്ത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈ റിസൾട്ടിലോട്ട് എത്താം നമുക്ക്. അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെയാണ് നമ്മുടെ സൈഡുകളായിട്ട് ഈ പ്രൂവിൽ വന്നേക്കുന്നത്. സോ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾ ചൂസ് ചെയ്യും. ഏതൊക്കെയായിരിക്കും അത്?
ഒന്ന് ഈ ചെറിയ ട്രയാങ്കിൾ ചൂസ് ചെയ്യാം, അപ്പം ഈ രണ്ട് സൈഡും അതിൽ ഇൻവോൾവ് ആയി. പിന്നെ വരുന്നത് ഒരു വലിയ സൈഡാണ്. ആ വലിയ സൈഡ് വരണമെങ്കിൽ ഏത് ട്രയാങ്കിൾ ചൂസ് ചെയ്യണം? വലിയ ട്രയാങ്കിൾ ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്? ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും. എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യാൻ കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ വരത്തക്ക രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളിലുമാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ വരുന്നത്. ഈ രണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡുകൾ ഈ ചെറിയ ട്രയാങ്കിൾ സെലക്ട് ചെയ്താൽ വരും. ഇനി ഈ വലിയ സൈഡ് വരണമെങ്കിൽ വലിയ ട്രയാങ്കിൾ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us സെലക്ട് this smaller triangle, this smaller triangle and the bigger triangle. Okay, so and we are trying to prove that both triangles are similar. നമ്മൾ ഒരു തിയറത്തിലെ പൈതഗോറസ് തിയറത്തിന് മുമ്പ് പഠിച്ച തിയറത്തിൽ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണിത്. കാരണം അതേ സിറ്റുവേഷനാണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം പൈതഗോറസ് തിയറത്തിന് മുമ്പ് പഠിച്ച തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പൈതഗോറസ് തിയറത്തിന് മുമ്പ് പഠിച്ച തിയറത്തിന് ആപ്ലിക്കേഷനായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ട്രയാങ്കിൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ഏതൊക്കെ ട്രയാങ്കിൾ സെലക്ട് ചെയ്യണം. അത് ഇതിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മതി ഏതൊക്കെ ട്രയാങ്കിൾ സെലക്ട് ചെയ്യണം. ഇനി ഞാൻ പറയുന്നില്ല. സോ കൺസിഡർ ട്രയാങ്കിൾ, സ്മോളർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ദ ബിഗ്ഗർ ട്രയാങ്കിൾ എ ബി ഡി. ആ സ്മോളർ ട്രയാങ്കിൾ ബിഗ്ഗർ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. നമുക്കറിയാം ഏത് റിസൾട്ടിലൂടെ അത് പ്രൂവ് ചെയ്യാമെന്ന്. ഏത് തിയറമാണ് നമ്മൾ, ഏത് ക്രൈറ്റീരിയ നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്? എ ക്രൈറ്റീരിയയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ തന്നെയാണ് അത് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിൽ രണ്ടിലും ഒരു ആംഗിൾ കോമൺ ഉണ്ട്. ഏതാണ്? ആംഗിൾ ബി ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ബി. സോ വാട്ട്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. വൈ? ബിക്കോസ് ഇൻ ബ്രാക്കറ്റ് യു ക്യാൻ റൈറ്റ് കോമൺ. ദെൻ ഈ ചെറിയ ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വലിയ ട്രയാങ്കിൾ ഏതാണ് 90 ഡിഗ്രി? ആംഗിൾ എ. സോ ദാറ്റ് ഓൾസോ യു ക്യാൻ മെൻഷൻ ആംഗിൾ ബി സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ചെറിയ ട്രയാങ്കിളിന് 90 ഡിഗ്രി ആയിട്ടുള്ള ഈ ആംഗിളിന് ഈക്വലായിട്ട് വലിയ ട്രയാങ്കിളിലെ ആംഗിൾ എ 90 ഡിഗ്രിയാണ്. വൈ? ബിക്കോസ് ബോത്ത് ആർ 90 ഡിഗ്രി. സോ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ബൈ എ ക്രൈറ്റീരിയ? വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? ട്രയാങ്കിൾ, ഞാൻ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വലിയ ട്രയാങ്കിളിൻ്റെ പേര് എ ബി ഡി എന്നാണല്ലോ. ഓക്കെ, സോ എ ബി ഡി സിമിലർ ടു, വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ അങ്ങനെയാണ് അവിടെയും ചെയ്തത്. സോ വലിയ ട്രയാങ്കിളിൻ്റെ പേര് എ ബി ഡി എന്ന് ചെയ്ത് സിമിലർ ടു. ഇനി എ ബി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ ഉള്ള വ്യത്യസ്തത എഴുതണം. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്? എ വലിയ ട്രയാങ്കിളിലാണ് എ ഉള്ളത്. വലിയ ട്രയാങ്കിളിൽ എ 90 ഡിഗ്രിയാണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ ആംഗിൾ 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ഏതാ? സി. സോ സി എഴുതണം. ഇനി അടുത്തത് ബി, രണ്ടിലും കോമണാണ്. അപ്പോൾ ബി തന്നെ. ഡി. പിന്നെ ഇനിയിപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ സിയും ബിയും വന്നു. പിന്നെ ബാക്കിയുള്ളത് എ ആണ്. അത് വരും. മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നന്നായി കാണുന്ന കുട്ടികൾക്ക് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾ ചൂസ് ചെയ്യുന്നതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് രണ്ട് സിമിലർ ആയതുകൊണ്ട് ഇനി നമ്മൾ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് വാട്ട് വി ക്യാൻ ടേക്ക് the ratio of the corresponding sides, since they are similar. That means AB by CB is equal to BD by BA is equal to AD by CA. റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് എടുത്തു. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി. അപ്പോൾ ഒരു എ ബി സ്ക്വയർ വരണം. അതായത് എ ബി സ്ക്വയർ വരണമെങ്കിൽ ഈ രണ്ട് ടേമും സെലക്ട് ചെയ്താൽ പോരെ നോക്കി. കാരണം എന്താ? ഇവിടെ ഒരു എ ബി ഉണ്ട്, ഇവിടെ ഒരു എ ബി ഉണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ബി സ്ക്വയർ വരുമല്ലോ. ഇത് ബി എന്ന് പറഞ്ഞാൽ എ ബി തന്നെയാണ്. സോ ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? ഈ രണ്ട് ടൈം സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്താൽ മതി. ആ രണ്ട് ടൈം സെലക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എ ബി ഇൻറ്റു എ ബി എന്ത് വരും? എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു ബി ഡി. സി എന്ത് സുഖമായിട്ടുള്ള റിസൾട്ടാണ് നോക്കി. എ ബി സ്ക്വയർ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡി. സുഖമായിട്ട് റിസൾട്ട്, സുഖമായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വി ഹാവ് സോൾവ്ഡ്. ഷാൽ വി മൂവ് ടു ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? ഓക്കെ, സോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഇതിന് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ 1 എഴുതിക്കോളൂ. എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ വന്നേക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കി. നമുക്കിതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത്. പറഞ്ഞോളൂ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു ഡി സി. അപ്പോൾ നമ്മൾ നോക്കി എ സി സ്ക്വയർ എവിടെയാണെന്ന് നോക്കി. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ നമുക്ക് ആ ഫിഗറിൽ എവിടെയൊക്കെയെന്ന് നോക്കാം. അതിനനുസരിച്ച് രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് രണ്ടും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. സോ എ സി എവിടെയാണ് വരുന്നത്? ഇതാണ് എ സി. ഇത് ഞാനിങ്ങനെ രണ്ട് ലൈൻ ഇട്ടിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. എ സി ഇതാണ് എ സി. പിന്നെയോ ബി സിയും ഡി സിയും. ബി സി എവിടെയാണ് വരുന്നത്? ബി സി ഇതാ വരുന്നതാ. ഇത് ബി സി അല്ലേ. പിന്നെ ഏതാ വരുന്നത്? ഡി സി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒന്നുകൂടെ പറയാം. ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എ സിയും ബി സിയും ഡി സിയും ആണ്. അപ്പം എ സി ഇവിടെ, ബി സി ഇവിടെ, ഡി സി ഇവിടെ. അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾ ചൂസ് ചെയ്യേണ്ടി വരും? ഈ രണ്ട് ട്രയാങ്കിളും ചൂസ് ചെയ്താൽ പോരെ. ഈ ഡോട്ട് ഇട്ടേക്കുന്നത് കാരണം എന്താ? ഈ രണ്ട് ട്രയാങ്കിൾ ചൂസ് ചെയ്താൽ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് വരും. വലിയ ട്രയാങ്കിൾ ചൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ?
ഇല്ല, വലിയ ട്രയാങ്കിളിൽ ഒരു സൈഡും വരുന്നില്ലല്ലോ. ഈ ചെറിയ സൈഡ് ഈ ചെറിയ ട്രയാങ്കിളിലാണ്, ഈ ചെറിയ സൈഡ് ഈ ചെറിയ ട്രയാങ്കിളാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ 2 ചെറിയ ട്രയാങ്കിൾ ചൂസ് ചെയ്താൽ മതി, എന്നിട്ട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ 2 ചെറിയ ട്രയാങ്കിളും ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ ചെറിയ 2 ട്രയാങ്കിളും നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നന്നായി കണ്ട കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ആ പൈതഗോറസ് തിയറത്തിൻ്റെ തൊട്ട് മുമ്പ് പഠിച്ച തിയറത്തിലും ഈ 2 ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാനൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് അതിൻ്റെ LHS RHS കമ്പയർ ചെയ്തിട്ടൊക്കെയായിരുന്നു ഈ 2 ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്നുള്ള റിസൾട്ടിലോട്ട് എത്തിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ ഒന്ന് കാണുക, കഴിഞ്ഞ വീഡിയോ കണ്ട് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുള്ളൂ. ഈ 2 ചെറിയ ട്രയാങ്കിൾ നമുക്ക് ഡയറക്റ്റായിട്ട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിപ്പം ആ 2 ചെറിയ ട്രയാങ്കിളും ജസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കറിയാം അത് പറ്റില്ല എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെ സെക്കൻഡ് ഒരു എക്സ്പ്രഷനും കൂടെ ഫോം ചെയ്യുക. എങ്ങനെ, ഈ ചെറിയ ട്രയാങ്കിളും ഇപ്പം നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ട്രയാങ്കിൾസ് ഇതും ഇതുമാണ്. പക്ഷേ അത് 2 ഡയറക്റ്റായിട്ട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം എന്താ, നമ്മൾ പൈതഗോറസ് തിയറത്തിൻ്റെ മുമ്പുള്ള തിയറത്തിലും നമ്മൾ അത് 2 ഡയറക്റ്റായിട്ടുള്ള സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതിന് പകരം നമ്മൾ 2 എക്സ്പ്രഷൻസ് എടുത്തിട്ട് അത് കമ്പയർ ചെയ്തിട്ടാണ് ഈ 2 ചെറിയ ട്രയാങ്കിൾ സിമിലർ ആണെന്നുള്ള റിസൾട്ടിലൂടെ എത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇത് 2 ഡയറക്റ്റായിട്ട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സിമിലർ ആണെന്ന് കാണിക്കും വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ പറയുന്നത്, ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന്. ഇനി രണ്ടാമത്തെ ഒരു എക്സ്പ്രഷൻ കൂടി ഉണ്ടാക്കുക, ഏത്, ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന്. എന്നിട്ട് അത് കമ്പയർ ചെയ്താൽ മതി. അതായത് വീനോ എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മളത് പ്രൂവ് ചെയ്യാനൊന്നും പോകണ്ട. വീനോ ഏതാണ്, ചെറിയ ട്രയാങ്കിളിൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് ഞാൻ എഴുതാൻ പോകുന്നത് ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്നുള്ള കാര്യമാണ് ഞാൻ എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീനോ, ഞാൻ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രയാങ്കിൾ ഇവിടെ ഉപയോഗിച്ച് അതേ പേര് തന്നെ ഉപയോഗിക്കണം, ട്രയാങ്കിൾ ABD. അത് തന്നെ എങ്കിലേ നമുക്ക് എക്സ്പ്രഷൻ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. LHS ഈക്വലായി വരണമല്ലോ. അതുകൊണ്ട് അതേ പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വലിയ ട്രയാങ്കിൾ ABD സിമിലർ ടു ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പേരാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരിക, A 90 ഡിഗ്രി ആണ്. ഈ ചെറിയ ട്രയാങ്കിൾ 90 ഡിഗ്രി ഉള്ളത് ഏതാണ്, C ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. സോ ട്രയാങ്കിൾ CB എനിക്കറിയില്ല എന്നാൽ, അപ്പോൾ D രണ്ടിലും കോമൺ, അപ്പോൾ Dക്ക് D തന്നെ. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ Cയും Dയും കഴിഞ്ഞ പിന്നെ A ഉള്ളത്, സോ A വരും. അപ്പോൾ ഇതിന് രണ്ടാമത്തെ എക്സ്പ്രഷൻ എഴുതാം, വീനോ ഇത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെക്കൻഡ് എക്സ്പ്രഷനും ബോൾഡായിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എഴുതുന്നതല്ല, മാർക്കർ അങ്ങനെയാണ്. സോ എന്തെന്ന് എഴുതാം. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ചെറിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ഉള്ള രീതിയിലായിട്ടാണ് നമുക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ എന്തെന്ന് എഴുതാം, ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സ്പ്രഷൻ. ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് സൈഡും സെക്കൻഡ് എക്സ്പ്രഷൻ ലെഫ്റ്റ് സൈഡും ഈക്വലാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡ് രണ്ടും സിമിലർ ആയിരിക്കും. അത് എന്ന് വെച്ചാൽ എന്താ, ട്രയാങ്കിൾ CBA റൈറ്റ് സൈഡ് സിമിലർ ആവുമല്ലോ. ട്രയാങ്കിൾ CBA ഈസ് സിമിലർ ടു ട്രയാങ്കിൾ CAD. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് വേണ്ട ട്രയാങ്കിൾ CBAയും ട്രയാങ്കിൾ CADയും സിമിലറായി. ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കഴിഞ്ഞു. ഇപ്പം നമുക്ക് വേണ്ട ട്രയാങ്കിൾ സിമിലറായി ആയില്ലേ. ഇത് രണ്ടുപേരും സിമിലർ ആണെന്ന് നമുക്ക് എത്തിക്കേണ്ടത്. കാരണം എന്താ, ഈ 2 ട്രയാങ്കിളുമാണ് ഈ പറഞ്ഞ സൈഡുകളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, റേഷ്യോ എടുത്ത് നോക്കാം നമുക്ക്. അടുത്ത പേജിലെടുക്കാം. സോ യു മേ അണ്ടർസ്റ്റുഡ് നോ. സോ ഇങ്ങനെ അത് സിമിലർ ആയതുകൊണ്ട് സൈഡ്സിൻ്റെ റേഷ്യോസ് ഇങ്ങനെ വരും. നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് രണ്ടും ചെറിയ 2 ട്രയാങ്കിളും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് പ്രൂഫിലോട്ട് എത്തിക്കാം. നമ്മുടെ പ്രൂഫ് വരേണ്ടത് എന്താണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ AC സ്ക്വയർ ഈക്വൽ ടു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം AC സെയിം ആയിട്ട് വരുന്ന 2 എക്സ്പ്രഷൻ. അപ്പോൾ ഇതും കമ്പയർ ചെയ്താൽ പോരെ. അപ്പോൾ ഇതിവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ഇതിൽ ക്രോസ് മൾട്ടിപ്ലൈ ഈ 2 ഇതിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ എന്ത് വരും, CB × CD പറ. CB × CD ഈസ് ഈക്വൽ ടു AC × AC എന്താ വരിക, AC സ്ക്വയർ. സോ ഹെൻസ് പ്രൂഫ് C. ദ AC സ്ക്വയർ വന്നു, CB വന്നു, CD വന്നു, CD. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പം ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ഇനി ഷാൾ വി ഗോ ടു ദ തേർഡ് സബ് ക്വസ്റ്റ്യൻ. തേർഡ് സബ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. എന്താണെന്നറിയോ, തേർഡ് സബ് ക്വസ്റ്റ്യൻ പ്രൂവ് എന്താ പറയുന്നത്, AD സ്ക്വയർ ഈസ് ഈക്വൽ ടു BD × CD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AD സ്ക്വയർ ഈസ് ഈക്വൽ ടു BD × CD. അത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഒരു സെക്കൻഡ് എക്സ്പ്രഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേതാ, സെക്കൻഡ് എക്സ്പ്രഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഫ്രം 2 ആ സെക്കൻഡ് എക്സ്പ്രഷൻ എന്തായിരുന്നു, നമ്മുടെ ട്രയാങ്കിൾ ABD സിമിലർ ടു ട്രയാങ്കിൾ CAD. അതിൻ്റെ CAD അതിൻ്റെ റേഷ്യോസ് ഒന്ന് എടുത്ത് വയ്ക്കുക. ഇതിൻ്റെ പ്രൂഫ് ആവും, നോക്കി നോക്ക്. AB/CA ഈക്വൽ ടു BD/AD ഈക്വൽ ടു AD/CD. എന്നിട്ട് നോക്കിയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AD സ്ക്വയർ ആണ്. AD സ്ക്വയർ ഈ 2 ടൈംസ് എടുത്താൽ പോരെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയ റിസൾട്ട് ദാറ്റ് ഇംപ്ലൈസ് BD × CD ഈസ് ഈക്വൽ ടു AD × AD സ്ക്വയർ.
the so AD square, the AD square is equal to BD into CD, BD into CD, hence the result. See, ഒരു കാര്യം ഒരൊറ്റ സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്ക് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ഒന്നും. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഓവർ. Please practice this question well. Shall we move to the next question? And as you know, we already discussed fourth question in the previous video. Now we are moving to the fifth question. നോക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം. ട്രയാങ്കിൾ ഇതുകൂട്ട് ക്വസ്റ്റ്യനൊക്കെയാണ് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, എളുപ്പമായിട്ട് ചെയ്യാം. ABC is an isosceles triangle with AC is equal to BC. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. എന്ത് ട്രയാങ്കിൾ? ഐസോസെലസ് ട്രയാങ്കിൾ. ഞാനിങ്ങനെ വരയ്ക്കുന്നില്ല, കാരണം ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് തന്നെ അങ്ങ് വരയ്ക്കാം കേട്ടോ, കാരണം പ്രൂവ് ചെയ്യേണ്ടത് റൈറ്റ് ട്രയാങ്കിൾ. അങ്ങനത്തെ ഒരു ABC, ഇത് ക്വസ്റ്റ്യൻ വായിച്ചു. ABC is an isosceles triangle with AC is equal to BC. If AB square is equal to 2AC square, prove that triangle is a right triangle. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടതല്ലോ. അതുകൊണ്ട് ഞാൻ റൈറ്റ് ട്രയാങ്കിൾ, ഏകദേശം റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് തന്നെ ഞാൻ വരയ്ക്കുന്നു കേട്ടോ. ABC ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഇനി നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്തുകൊണ്ട് ഇവിടെ C മാർക്ക് ചെയ്തു, എന്തുകൊണ്ട് സാറിന് ഇവിടെ സിയിലാണ് 90 ഡിഗ്രി എന്ന് സാറിന് എങ്ങനെ മനസ്സിലായി എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പക്ഷേ അത് ക്വസ്റ്റ്യൻ അവസാനമേ ഞാൻ പറഞ്ഞു തരുള്ളൂ, എന്തുകൊണ്ട് ഞാൻ ഇവിടെ B-എന്നോ A-എന്നൊന്നും മാർക്ക് ചെയ്യേണ്ടി ഞാൻ റൈറ്റ് ആംഗിളിൽ C മാർക്ക് ചെയ്തു എന്ന്. ഇത് റൈറ്റ് ആംഗിൾ ആണെന്ന് ആദ്യം അടയാളപ്പെടുത്താൻ പറ്റില്ല കേട്ടോ, സോറി. ഇതിനിപ്പോൾ മായ്ക്കാൻ എനിക്കൊരു നിവൃത്തിയില്ല, ഇതിങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കത് പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല, അത് തെളിയിക്കുക വേണ്ടത്, അല്ലാണ്ട് നമുക്ക് ആദ്യം തന്നെ അത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇവിടെ വെർട്ടെക്സ് C അടയാളപ്പെടുത്തി, ഇതൊരു റഫ് ഫിഗറാണ്, എന്തുകൊണ്ട് C ഇവിടെ അടയാളപ്പെടുത്തി, B-യും A-ഒന്നും അടയാളപ്പെടുത്തിയില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. നന്നായി വീഡിയോ കാണുന്ന കുട്ടികൾക്ക് സംശയം വരാം, അത് ഞാൻ പറഞ്ഞുതരാം അവസാനം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗിവൺ? സോ ഗിവൺ കാര്യങ്ങളൊക്കെ എഴുതുക. എന്താണ് ഗിവൺ? ABC is an isosceles triangle with AC is equal to BC. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആ ഈക്വൽ സൈഡ്സ് തന്നിട്ടുണ്ട്. ഏതാണ്? AC-യും BC-യും ആണ് ഈക്വൽ സൈഡ്സ്. അതായത് AC എന്ന് പറയുന്ന ഈ സൈഡും BC എന്ന് പറയുന്ന ഈ സൈഡും ഈക്വൽ ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ആൻഡ് വൺ മോർ കണ്ടീഷൻ ഇസ് ഗിവൺ. സോ ഗിവണിൽ ഫസ്റ്റ് കാര്യം ഇറ്റ്സ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് AC is equal to BC. അത് ഒന്നാമത്തെ ഗിവൺ. ഇതിൻ്റെ രണ്ടാമത്തെ ഗിവൺ എന്താണ്? AB square is equal to 2AC square എന്നും തന്നിട്ടുണ്ട്. എന്താണ്? AB square is equal to 2AC square എന്നും തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവിൽ എന്താ എഴുതുക? ട്രയാങ്കിൾ ABC is a right triangle. സോ പ്രൂഫിലോട്ട് പോകുന്നു. അതായത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ഇതൊരു ട്രയാങ്കിളാണ്, വെറുതെ ഒരു ട്രയാങ്കിൾ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ നമുക്കറിയില്ല, നമ്മൾ പ്രൂവ് ചെയ്യണം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത രണ്ട് സൈഡ്സ് ഈക്വലാണ്, ഈക്വൽ സൈഡ്സ് AC-യും BC-യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് തന്നിരിക്കുന്ന കാര്യം, ഗിവണായിട്ട് തന്നിരിക്കുന്ന കാര്യം, AB square is equal to 2AC square, AB square is equal to 2AC square എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളും ആണ്, ഈ കണ്ടീഷനും ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ, ഈ പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ അത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. യു മേ അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പോൾ ഈ ഗിവൺ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം അല്ലേ? ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട്. എന്താണ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത്? കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആകണമെങ്കിൽ, ഐ റിപ്പീറ്റ്, കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആകണമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയർ ബാക്കി രണ്ട് സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വലായിട്ട് വരണം. എങ്ങനെ? പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആകണമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയർ ബാക്കി രണ്ടുമുള്ള സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വലായിട്ട് വരണം. യു മേ അണ്ടർസ്റ്റുഡ്? നോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയർ മറ്റേ രണ്ട് സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ടിലോട്ട് നോക്കാം. എന്താണ് തന്നിരിക്കുന്ന റിസൾട്ട്? ഗിവൺ AB square is equal to 2AC square എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രോബ്ലം? ഓക്കെ. ദാറ്റ് ഇംപ്ലൈസ്, ക്യാൻ ഐ റൈറ്റ്, ഇത് ഗിവൺ ആയിട്ടുള്ള കാര്യം, അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും എനിക്ക്. സോ AB square is equal to 2AC square, ക്യാൻ ഐ റീപ്ലേസ് ആസ് AB square is equal to AC square plus AC square എന്ന് എഴുതാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. വൈ? ബിക്കോസ് AB square ആസ് ഇറ്റ് ഈസ് 2AC square എനിക്ക് AC square plus AC square എന്ന് എഴുതാം, കാരണം AC square plus AC square എന്ന് പറഞ്ഞാൽ 2AC square ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡിൽ ഇനി നമ്മൾ ഒരു മാറ്റം വരുത്തുന്നില്ല. ദിസ് AC square ആസ് ഇറ്റ് ഈസ്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് AC ക്യാൻ ഐ റീപ്ലേസ്, ഇൻസ്റ്റെഡ് ഓഫ് AC ക്യാൻ ഐ റൈറ്റ് BC? ഓഫ് കോഴ്സ്. ഈ AC square ഞാൻ അതുപോലെ എഴുതി, ഈ AC square പകരം ACക്ക് പകരം ഞാൻ BC എന്ന് കൊടുക്കത്തില്ലേ? കാരണം എന്താ?
given that AC is equal to BC, so you can replace AC by BC. So this AC square as it is, instead of this AC square, can I write BC square? Yes, of course. So now we just see ഇതിൻ്റെ അർത്ഥം എന്താ, ഇതെന്താ പറയുന്നത്, ഈ ലൈനിൻ്റെ അർത്ഥം എന്താ, ഈ ട്രയാങ്കിളിലെ ഒരു സൈഡിൻ്റെ സ്ക്വയർ മറ്റ് രണ്ട് സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വൽ ആണെന്നല്ല അർത്ഥം. എന്താ ഈ എക്സ്പ്രഷൻ പറയുന്നത് എന്താ, ഈ ട്രയാങ്കിളിലെ, ഒന്നും കൂടെ ഞാൻ പറയുള്ളൂ, ശ്രദ്ധിക്കുക, ഈ ട്രയാങ്കിളിലെ ഒരു സൈഡിൻ്റെ സ്ക്വയറാണ് എ ബി സ്ക്വയർ. അത് എ സി എന്ന് പറയുന്ന സൈഡിൻ്റെയും ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തു അല്ലേ. എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് വെച്ചാൽ എ സിൻ്റെയും ബി സിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മായിട്ട് നമുക്ക് എ ബിൻ്റെ സ്ക്വയറിനെ ഇക്വേറ്റ് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം എന്ന് പറയുമ്പം എന്താ അതിൻ്റെ അർത്ഥം, ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിൻ്റെ സ്ക്വയറിനെ ബാക്കി രണ്ട് സൈഡുകളുടെ സ്ക്വയറിനെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ അർത്ഥം, ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഉദാഹരണത്തിന് ഇതാണ് പറയുന്നത്, എയും ബിയും സിയും ആണ് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡെങ്കിൽ ഇതിൻ്റെ സീൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, സീൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. മാത്രമല്ല ആദ്യം എഴുതിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ബൈ യൂസിങ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, ബൈ യൂസിങ് ദിസ് എക്സ്പ്രഷൻ, we can conclude that so this is a right triangle because we have expressed the square of one side as the sum of the squares of other two sides, and this is a right triangle. നിങ്ങൾ ആദ്യമേ എഴുതി this is a right triangle because we have expressed square of one side as the sum of the squares of other two sides, and angle opposite ഏത് ആദ്യത്തെ സൈഡ്, angle opposite to AB should be 90 degree. സോ ആംഗിളിൻ്റെ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിയിലായിരിക്കും 90 ഡിഗ്രി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സിയിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തത്. നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നോക്കും, തെറ്റിപ്പോകും. അതെങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ, എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് ഇങ്ങനെ ഞാൻ മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി. സോ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയറിന് എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് വരും. അപ്പോൾ എ ബി ആണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് എൻ്റെ മനസ്സിലുണ്ടല്ലോ. സോ എ ബി ആണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എ ബി ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഏത് വെർട്ടെക്സ് ഉണ്ടാവുക, സി എൽ ഉണ്ടാവും, അവിടെയല്ല 90 ഡിഗ്രി ഉണ്ടാവുക. സോ ദിസ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ആൻഡ് പ്ലീസ് പ്രാക്ടീസ് ഇറ്റ് ട്വൈസ്. ഇഫ് യു ഫീൽ എനി ഡൗട്ട് ജസ്റ്റ് കോൾ മീ. യു മേ അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ. ഇനി ഇവിടെ സി വന്നത് എന്താണ്, ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ബിയും ഇവിടെ സിയും മാർക്ക് ചെയ്ത് നോക്കും, പ്രൂവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ കണ്ടിട്ടാണ് ഞാൻ എന്ത് തീരുമാനിച്ചത്, എ ബി ആണ് ഹൈപ്പോട്ടനസ് എന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഒരു എ ബിൻ്റെ സ്ക്വയറാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്, അപ്പോൾ എ ബി ആണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിലായിരിക്കും 90 ഡിഗ്രി, അതായത് സിയിലായിരിക്കും 90 ഡിഗ്രി എന്നുള്ള വെളിച്ചത്തിലാണ് ഇങ്ങനെ എഴുതിയത്. സോ ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ടു ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 6. We just pause the video and read the question properly. ABC is an equilateral triangle of side 2A. Find each of its altitude. Very interesting and very simple question. You can expect this kind of question out of 2 mark or maybe out of 3 mark. So ABC is an equilateral triangle of side 2A എന്ന് പറഞ്ഞാൽ എന്താ, ABC ഒരു equilateral triangle ആണ് അല്ലേ. സോ വളരെ വൃത്തിയായിട്ടൊരു equilateral triangle വരയ്ക്കുന്നത് നമ്മൾ ABC. Can you tell me the speciality of equilateral triangle? All the sides are, yes, you are right, all the sides are, yes, all the sides should be equal, no? അതായത് എ ബിയും ഈക്വലാറ്റർ ട്രയാങ്കിളാണ്, ഐസോസെലസ് അല്ല, ഈക്വലാറ്റർ ആയതുകൊണ്ട് എ ബിയും എ സിയും ബി സിയും ഈക്വലാണ്. ഓഫ് സൈഡ് 2A, സൈഡ് നമ്മൾക്ക് എക്സ് എന്നൊന്നും എടുക്കാൻ പറ്റില്ല, അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സൈഡിൻ്റെ മെഷർമെൻറ്റ് എന്താണ്, ഓരോ സൈഡിൻ്റെ മെഷർമെൻറ്റ് എന്താണ് 2A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ സപ്പോസ് ടു മാർക്ക് ദ സെയിം യൂണിറ്റ്, സെയിം മെഷർമെൻറ്റ് 2A ആൻഡ് ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എന്താണ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബി സിയിലോട്ടൊരു ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക. വാട്ട് യു മീൻ ബൈ ആൾട്ടിറ്റ്യൂഡ്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ വരയ്ക്കൂലേ, ഏകദേശം അതുപോലെ തന്നെ. പക്ഷേ മീഡിയനും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയൻ നമ്മൾ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്നതാണ്. ആൾട്ടിറ്റ്യൂഡും ശ്രദ്ധിച്ചിരിക്കണം, ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്നാമത് ഞാൻ വീട്ടിലല്ല, സ്കൂളിലാണ്. ഓക്കെ. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ട് വരയ്ക്കുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ. പല രീതിയിൽ വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, പല രീതിയിൽ വരയ്ക്കാം. പക്ഷേ ഇക്വലാറ്റർ ട്രയാങ്കിളിൽ ഇങ്ങോട്ട് വരച്ചാലും ഇങ്ങോട്ട് വരച്ചാലൊക്കെ സെയിം ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ വരച്ച് കണ്ടുപിടിക്കുന്നുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് 3 ആൾട്ടിറ്റ്യൂഡ്, ബട്ട് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ബാക്കി രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ആൾട്ടിറ്റ്യൂഡും മീഡിയനും
തമ്മിലുള്ള വ്യത്യാസമാണ്. മീഡിയനും ആൾട്ടിറ്റ്യൂഡും ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്നതാണ്. ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. മീഡിയനും ആൾട്ടിറ്റ്യൂഡും വരയ്ക്കാം. പക്ഷേ മീഡിയൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് മീഡിയൻ ഷുഡ് ബൈസെക്ട് ദ ഓപ്പോസിറ്റ് സൈഡ്. മീഡിയൻ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. പിന്നെ മീഡിയൻ പെർപെൻഡിക്കുലർ ആകണമെന്ന് നിർബന്ധമില്ല. ആകാം, ആകാതിരിക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ജനറൽ ഒരു PSC ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. ഈ മീഡിയനും പെർപെൻഡിക്കുലറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ഒരു വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ലൈനാണ്. ആ മീഡിയൻ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ 2A എന്നുള്ളത് എയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ മീഡിയൻ പെർപെൻഡിക്കുലർ ആകണമെന്നില്ല. ഇനി ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്താണ്? ആൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ നമ്മൾ ആൾട്ടിറ്റ്യൂഡാണ് വരയ്ക്കാൻ പോകുന്നത്. ആൾട്ടിറ്റ്യൂഡ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ആൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ആൾട്ടിറ്റ്യൂഡ് ഷുഡ് ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ആൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷേ മീഡിയൻ്റെ സമയത്ത് എന്തായിരുന്നു? മീഡിയൻ പെർപെൻഡിക്കുലർ ആകണമെന്നില്ല, പക്ഷേ മീഡിയൻ ബൈസെക്റ്റ് ചെയ്യും. പക്ഷേ ആൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഷുഡ് ബി 90 ഡിഗ്രി ഓൾവേസ്. അത് മസ്റ്റാണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നാണ് അർത്ഥം. ഹൈറ്റ് ഷുഡ് ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷേ ആ ആൾട്ടിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മീഡിയൻ എന്തായിരുന്നു? ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ, പക്ഷേ അത് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. പെർപെൻഡിക്കുലർ ആകണമെന്ന് നിർബന്ധമില്ല. ആൾട്ടിറ്റ്യൂഡ് എന്താണ്? പെർപെൻഡിക്കുലർ ആകും, പക്ഷേ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ചെയ്യാം. പക്ഷേ ഈ കേസിൽ ആൾട്ടിറ്റ്യൂഡ് ഈ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. കാരണം എന്താണെന്നറിയോ? വേണമെങ്കിൽ അത് അതിന് റീസൺ കൊടുക്കാം. എന്തുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ്? ഷിബിൻ സാർ പറഞ്ഞു ആൾട്ടിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ലാന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആൾട്ടിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 2 ട്രയാങ്കിളും ചൂസ് ചെയ്യുക. ചുമ്മാ അതിനൊരു പ്രൂഫ് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾ ഈ 2 ട്രയാങ്കിളും ചൂസ് ചെയ്യുക. എന്താണ്? ഈ 2 ട്രയാങ്കിളും ചൂസ് ചെയ്തു. ആ 2 ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾ ആണോ? ഓഫ് കോഴ്സ്, ബിക്കോസ് ഇവിടെ 90 ഡിഗ്രി ഉണ്ട്, ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. സോ ഇതും റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഹൈപ്പോട്ടനസ് ഏതാണ്? ഈ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടനസ് ഇതാണ്, ഈ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടനസ് ഇതാണ്. അപ്പോൾ RHS റൂൾ ഉപയോഗിച്ച് ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയിരിക്കില്ലേ? എങ്ങനെയാണ് RHS റൂൾ ഉപയോഗിക്കുക? 2 റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെയാണ് RHS റൂൾ ഉപയോഗിക്കുക? ഹൈപ്പോട്ടനസ് പരസ്പരം ഈക്വലാണ്. RHS റൂൾ പറയുന്നത് എന്താണ്? 2 റൈറ്റ് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആകണമെങ്കിൽ അവയുടെ ഹൈപ്പോട്ടനസ് പരസ്പരം ഈക്വലും ഏതെങ്കിലും ഒരു സൈഡും വേറെ ഒരു പെയർ ഈക്വലായിട്ട് വരണം. ഇപ്പോൾ നോക്കി, ഹൈപ്പോട്ടനസ് 2 ഈക്വലാണ്. ഈ 2 റൈറ്റ് ട്രയാങ്കിളും ഹൈപ്പോട്ടനസ് 2 ഈക്വലാണ്. 2A വെച്ചിട്ടാണ്. ഇനി ഇത് കോമൺ അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടനസ് ഈക്വലുമായി ഒരു സൈഡും കോമൺ ആയിട്ട് വന്നു, അല്ലെങ്കിൽ വേറൊരു പെയറും ഈക്വലായി. അതായത് RHS റൂൾ വെച്ചിട്ട് ഈ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അത് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ CP/CT ഉപയോഗിച്ചിട്ട് ഈ സൈഡും ഈക്വലായിട്ട് വരണ്ടേ? അപ്പം ഇതും ഈക്വൽ ആണെങ്കിൽ ഈ 2Aൻ്റെ ഹാഫിൽ എവിടെ ഉണ്ടാവുക? ഇവിടെയും എയിൽ ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന്, കോൺഗ്രുവൻസി വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും നിങ്ങളിവിടെ എഴുതണ്ട. നിങ്ങളിപ്പോൾ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യുക. എന്താണ്? ഹിയർ AP ഈസ് ആൻ ആൾട്ടിറ്റ്യൂഡ് സിൻസ് ഇറ്റ് ഈസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ AP ബൈസെക്ട് BC എന്ന് ജസ്റ്റ് സ്പെസിഫൈ ചെയ്യുക. അതിൻ്റെ റീസൺ ഒന്നും എഴുതണ്ട. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇത്ര മാത്രം എഴുതിയാൽ മതി. Here AP is an altitude. Since it's an equilateral triangle, AP will bisect BC. അതായത് 2A എന്നുള്ളത് ഈ പോർഷൻ A ആയിട്ടും ഈ പോർഷൻ A ആയിട്ട് മാറും. ഇനി നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളോ ചൂസ് ചെയ്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് റൈറ്റ് ട്രയാങ്കിൾ APB. അതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് കിട്ടും. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. പൈതഗോറസ് തിയറം എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്? അത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, വിച്ച് ഈസ് ഹൈപ്പോട്ടനസ് ഇൻ ദിസ് റൈറ്റ് ട്രയാങ്കിൾ? AB is hypotenuse because side opposite to 90 degree is hypotenuse. So of course AB is hypotenuse. So AB square is equal to base BP square plus height AP. ഞാൻ ചൂസ് ചെയ്ത ട്രയാങ്കിൾ ഇതാട്ടോ. അതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. സോ AB is given as 2A. So you can replace AB as 2A. So 2A square is equal to BP square. You can write it as A because we understood that BP is equal to A. So A square plus AP square we don't know. We are supposed to calculate the length of the altitude. അതുകൊണ്ട് AP ആയിട്ട് തന്നെ നിലനിർത്തുക. So what is this? 4A square. Take this A square to left side. So it becomes minus A square is equal to AP square. In that way, we will get the value of AP square as 4A square minus A square will be 3A square. So what will be AP? Square root of that 3A square. So what is square root of 3A square? Square root of 3
What is square root of a square? A. So the value of AP should be root 3a. While you are writing in words, so each of the altitude is with measure, or each of the altitude is with measure root 3a units. So this will be the answer for the question. You can expect this kind of a question out of 2 marks. So this is the way of doing the question. You may understood, no? Okay. Moving to 7th question. By discussing this question, we will wind up this video session. Okay, moving to 7th question. Prove that sum of the squares of the sides of a rhombus is equal to the sum of the squares of diagonals. Very important question. Very important question. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. സോ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഈസ് equal to the sum of the squares of its diagonal. Let me draw a figure and let me explain the question. See, prove that the sum of the squares of the sides of a rhombus എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോംബസിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ് മീ ഡ്രോ എ റോംബസ് ഫസ്റ്റ്. What do you mean by rhombus? Can anyone explain? What do you mean by rhombus? Rhombus is a parallelogram with all sides are equal. I repeat the definition of rhombus. Rhombus can be defined as, rhombus is just a parallelogram with all sides are equal. അതായത് റോംബസ് ഒരു പാരലോഗ്രാം ആണ്, പക്ഷേ റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. യു മേ അണ്ടർസ്റ്റുഡ്? നോ? എനി പ്രോബ്ലം? നോ. സോ റോംബസ്, ഇറ്റ്സ് എ റോംബസ്, isn't it? Rhombus is a parallelogram with all sides are equal. So if I name rhombus as ABCD, we can easily say that AB should be equal to BC should be equal to DC should be equal to AD, or AB is equal to BC is equal to CD is equal to AD. Or if we mention this as X, it also should be what? X. It also should be what? X. And it also should be X. All the sides should be equal, and of course it will satisfy all the properties of a parallelogram, because it is a parallelogram with all sides are equal. So it should satisfy all the properties of parallelogram. Okay, what we are supposed to prove? We are supposed to prove that, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റോംബസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ, എന്താണ് സം ചെയ്യേണ്ടത്? സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റോംബസ്. അതായത് ഈ റോംബസുകളുടെ സൈഡുകളുടെ സ്ക്വയർ എടുത്തിട്ട് സം ചെയ്യാൻ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? റോംബസിൻ്റെ സൈഡുകൾ ഏതൊക്കെയാണ്? എ ബി, പിന്നെ ഏതാണ്? ബി സി, പിന്നെ ഏതാണ്? ഡി സി, പിന്നെ ഏതാണ്? എ ഡി. ഈ സൈഡുകളൊക്കെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? വെറുതെ എടുത്താൽ മതിയോ? ഇല്ല, സ്ക്വയർ എടുക്കണം. സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ സ്ക്വയർ എടുക്കുക, ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്തു. അപ്പോൾ എന്തായി? സൈഡ്സിൻ്റെ സ്ക്വയർ ആയേ. ഇനി എന്ത് ചെയ്യണം? വെറുതെ സ്ക്വയർ ചെയ്യുന്ന മതി. അപ്പോൾ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ആയി ഇപ്പോൾ നമ്മുടെ അടുത്ത്. ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടത്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡാണ്. ഇനി ഇപ്പോൾ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് എടുത്തു, ഇനി അതിനെന്ത് ചെയ്യുക? സം ചെയ്യുക. സം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് സ്ക്വയേഴ്സ് ഓഫ് ദ സം ഓഫ് ദ സൈഡ്സ്. നമ്മളോട് എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ്, അതായത് ഇത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. ഇത് ഏതിനോട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡയഗണൽ ഏതൊക്കെയാണ്? ഡയഗണൽ എ സി എന്ന് പറയുന്ന ഡയഗണലുണ്ട്, ബി ഡി എന്ന് പറയുന്ന ഡയഗണലുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഡയഗണൽ. സോ ഈ ഡയഗണൽ എടുക്കുക. ഏതൊക്കെയാണ്? എ സിയും ബി ഡിയും. അതിൻ്റെ എന്ത് ചെയ്യുക? ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണലിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് സം ചെയ്യുക. അതായത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. റോംബസ് എന്താണെന്ന് മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചിലപ്പം ഇത് എഴുതിയത് പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും. എന്താണ്? വായിച്ചു നോക്കുക നല്ലതുപോലെ. ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റോംബസ്, അതായത് റോംബസിൻ്റെ സൈഡുകളുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിട്ട് വരണം. എന്ത്? സൈഡ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മും ഡയഗണൽസിൻ്റെ സ്ക്വയറുകളുടെ സമ്മും ഈക്വൽ ആയിട്ട് വരണം. സൈഡിൻ്റെ സമ്മും ഡയഗണലിൻ്റെ സമ്മും അല്ല, സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മും ഡയഗണലിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മും ഈക്വൽ ആയിട്ട് വരണം. ഇത്രയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
ഈ റോംബസിൻ്റെ ഒരു പ്രത്യേകത കൂടെ, ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യേകതകളുടെ കൂടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. റോംബസിൻ്റെ ഡയഗണൽസ് എപ്പോഴും പെർപെൻഡിക്കുലറായിട്ടാണ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഡയഗണൽസ് ഓഫ് എ റോംബസ് വിൽ, അതിനൊരു വേർഡുണ്ട് പറഞ്ഞു, ഡയഗണൽസ് ഇൻ്റർസെക്റ്റ്, ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതായത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഈ രണ്ട് ഡയഗണൽസിൻ്റെ ഇത്രയും മാത്രം മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ആകണ്ട. ഈ രണ്ട് ഡയഗണൽസിൻ്റെയും ഇടയിലുള്ള ആംഗിൾസ് 4 എന്തായിരിക്കും എന്നറിയോ? 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഈ ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യും. അതായത് ഇതിന് നടുക്ക് നമ്മൾ ഒ എന്ന് വിളിക്കുകയാണെങ്കിൽ AO ഷുഡ് ബി ഈക്വൽ ടു CO ആയിരിക്കും, DO ഷുഡ് ബി ഈക്വൽ ടു BO ആയിരിക്കും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒന്നുകൂടെ പറയുന്നു. ഈ രണ്ട് ഡയഗണൽസിൻ്റെ ഇടയ്ക്കുള്ള 4 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അത് റോംബസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ ഈ ഡയഗണലിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് ദിസ് വൺ ഷുഡ് ബി ഈക്വൽ ടു ദിസ് വൺ. അതായത് ടോട്ടൽ 10 ആണെങ്കിൽ ഇത് 5ഉം ഇത് 5ഉം ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ 20 ആണെങ്കിൽ ഇത് 10ഉം ഇത് 10ഉം ആയിരിക്കും. അത്രയും മാത്രം മനസ്സിലാക്കുക. അത് ഇവിടെ ഒന്ന് എഴുതുക. എന്താണ്? ഇൻ എ റോംബസ് ഡയഗണൽസ്, ഇങ്ങനെ എഴുതുക. ഇൻ എ റോംബസ് ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ് ആർ 90 ഡിഗ്രി ഈച്ച് ആൻഡ് ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ എന്ന് മാത്രം എഴുതുക. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വണ്ണും ദിസ് ഈസ് ഈക്വൽ ടു ദിസ് വണ്ണും എന്നാണ് അർത്ഥം, ബൈസെക്റ്റ് ഈച്ച് അതർ. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് LHS ഈക്വൽ ടു RHS എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്താൽ മതിയല്ലോ. LHS സ്റ്റാർട്ട് ചെയ്യുക. പറഞ്ഞോളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. AB² പ്ലസ് BC² പ്ലസ് DC² പ്ലസ് AD² ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ എത്തിച്ച് ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ. സോ ഇതിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ് നടത്തി കിട്ടും. ഇനി ഓരോന്നിനെയും ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. ഇതിന് ഓരോന്നിനെയും ഞാൻ വേറെ AB² എക്സ്പ്രഷൻ, BC² എക്സ്പ്രഷൻ, DC² എക്സ്പ്രഷൻ, AD² എക്സ്പ്രഷൻ, അങ്ങനെ ഓരോ ടൈംസിനെയും ഞാൻ ഓരോ എക്സ്പ്രഷൻ എഴുതാൻ പോകുന്നു. പറ്റും. എന്തുകൊണ്ടാണെന്നറിയോ? ഫസ്റ്റത്തെ ടൈം എന്താ? ശ്രദ്ധിച്ചിരിക്കും, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. ഫസ്റ്റത്തെ ടൈം എന്താ? AB. ഇതാണ് AB. ഈ AB ആണല്ലോ ഫസ്റ്റത്തെ സൈഡ്. AB² എന്ന് പറയുമ്പോൾ ABൻ്റെ സ്ക്വയർ, അതായത് ഇതാണ് AB. ഈ AB ഇൻവോൾവ് ചെയ്യുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്ത് നോക്കിയേ. ഇതല്ലേ റൈറ്റ് ട്രയാങ്കിൾ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇത് 90 ഡിഗ്രി ആട്ടോ. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിച്ചത്. അപ്പം AB ആണ് ആദ്യത്തെ സൈഡ്. ആ AB ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്തു. അതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഹൈപ്പോട്ടനസ് ഏതാ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള AB ആണ് ഹൈപ്പോട്ടനസ്. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അങ്ങനെ എഴുതിക്കൂടെ? അതായത് AB² ഈസ് ഈക്വൽ ടു, ഇത് O ആട്ടോ, AO² പ്ലസ് OB². ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ AB² ഈസ് ഈക്വൽ എന്തെന്ന് എഴുതാം? AO² പ്ലസ് BO² എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? ബൈ യൂസിങ് പൈതഗോറസ് തിയറം, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ AB² പകരം AO² പ്ലസ് BO² എന്ന് എഴുതി. സിമിലർലി BC² പകരം എന്തെന്ന് എഴുതും? BC വരുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ ചൂസ് ചെയ്യാം. BC അതിൽ ഹൈപ്പോട്ടനസ് ആണ്. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ BC² എങ്ങനെ എഴുതും? BO² പ്ലസ് OC² എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ DC² സിമിലർലി എന്തെന്ന് എഴുതും? DO² പ്ലസ് OC² എന്ന് എഴുതും. പ്ലസ് AD² എന്തെന്ന് എഴുതും? സിമിലർലി AO² പ്ലസ് OD² എന്ന് എഴുതും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോന്നിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ. ഇനി AO എന്ന് പറഞ്ഞാൽ എന്താണ്? AO എന്ന് പറഞ്ഞാൽ എന്താണ്? AO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC പകുതിയല്ലേ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. AO എന്ന് പറഞ്ഞാൽ എന്താണ്? AO എന്ന് പറഞ്ഞാൽ AC പകുതിയാണ്. ഞാൻ പറഞ്ഞു ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോർഷൻ ഈക്വലാണ്. അപ്പോൾ AO എന്ന് പറഞ്ഞാൽ AC പകുതിയല്ലേ? അതെ. സോ ക്യാൻ ഐ റീപ്ലേസ് AO ബൈ AC/2? ഓഫ് കോഴ്സ്. AOനെ എന്തെന്ന് മാറ്റുക? AC/2. അപ്പോൾ AO² എന്താവും? AC/2 സ്ക്വയർ വരില്ലേ? യെസ്. ആൻഡ് BO, വാട്ട് ഈസ് BO? BO എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് BO എന്ന് പറഞ്ഞാൽ BDൻ്റെ പകുതിയായിരിക്കില്ലേ? ഐ റിപ്പീറ്റ്. പുറത്തുനിന്ന് നമ്മുടെ സ്കൂളിലെ ചേച്ചിമാർ മെറ്റൽ വാരുന്നുണ്ട്. അതിൻ്റെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. ഡിസ്റ്റർബൻസ് ഇല്ലയെന്ന് വിചാരിക്കുന്നു. സോ AO മാറ്റി AC/2 ആയി. ഇനി BO എന്താണ്? BO എന്ന് പറഞ്ഞാൽ എന്താ? BDൻ്റെ പകുതിയല്ലേ? ക്യാൻ യു റീപ്ലേസ് BO ബൈ BD/2? ഓഫ് കോഴ്സ്. സോ BOനെ എന്തെന്ന് എഴുതാം? BD/2 എന്ന് എഴുതാം. BD/2. അപ്പോൾ BO² എന്ന് വെച്ചാൽ BD/2 സ്ക്വയർ. ഇനി അപ്പം മക്കളെ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് വേറൊരു തരത്തിലും കൂടെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
ഇവിടെ ഒരു AO സ്ക്വയർ ഉണ്ട്, ഈ AO സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ AO സ്ക്വയറും കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 2AO സ്ക്വയർ ആയില്ലേ? അത് ആദ്യം എഴുതിയിട്ട് നമുക്ക് പിന്നെ റീപ്ലേസ്മെൻറ്റ് നടത്താം. ഇനി അതുപോലെ തന്നെ നോക്കാം, BO സ്ക്വയറും പറ ഇവിടെ ഒരു BO സ്ക്വയർ ഉണ്ട്, എന്തായി? 2BO സ്ക്വയർ ആയില്ലേ? ആയി. OC സ്ക്വയറും എന്താണ്? 2OC സ്ക്വയർ ആയില്ലേ? ആയി. ഇനി OD സ്ക്വയറും ഇവിടെ ഇങ്ങനെ AO സ്ക്വയറും OD സ്ക്വയറും ഇവിടെ OD സ്ക്വയറും ഓക്കെ. OD സ്ക്വയറും കൂടെ എന്തായി? 2OD സ്ക്വയർ ആയി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് എഴുതാം. ഇനി റീപ്ലേസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AOന് എന്തെന്ന് എഴുതാം? AC/2. സോ AO സ്ക്വയറിന് AC/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു BO സ്ക്വയറിന് എന്തെന്ന് എഴുതാം? വേഗം പറ. BD/2. സോ BD/2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇവിടെ ഒരു OC സ്ക്വയർ ഉണ്ട്. OCന് എന്തെന്ന് എഴുതാം? OCനെയും ഞാൻ AC/2 എന്ന് എഴുതിക്കൂടെ? OCനെയും എന്തെന്ന് എഴുതാം? AC/2 എന്ന് എഴുതിക്കൂടെ? OCയും ACൻ്റെ പകുതിയാണല്ലോ. സോ ക്യാൻ യു റീപ്ലേസ് OC ബൈ AC/2? യെസ്. സോ AC/2 സ്ക്വയർ, OC സ്ക്വയറിന് AC/2 സ്ക്വയർ എന്ന് എഴുതി. ഇത് OD സ്ക്വയറിന് 2 ഇൻറ്റു OD സ്ക്വയറിന് എങ്ങനെ എഴുതാം? ODന് എന്തെന്ന് എഴുതാം? OD എന്ന് പറഞ്ഞാലും BD/2 ആണ്. സോ OD സ്ക്വയറിന് എന്തെന്ന് എഴുതാം? BD/2 സ്ക്വയർ. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, നോ? സോ അങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി എന്ന് മാത്രം. ഓക്കെ, ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് LHSന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അറേഞ്ച്മെൻറ്റ് നടത്തി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ നോക്കാം, ഇവിടെ ഒരു 2AC/2 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 2AC/2 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2AC/2 സ്ക്വയറും 2AC/2 സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ 4AC/2 സ്ക്വയർ കിട്ടൂലേ? കിട്ടും. പ്ലസ് 2BD/ എന്താണ് BD ആണോ? യെസ്. 2BD/2 സ്ക്വയറും 2BD/2 സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ എന്തായി? 4BD/2 സ്ക്വയറായി. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇറ്റ് ബിക്കംസ് വാട്ട് ഈസ് ദിസ്? ഇതിനെ സ്ക്വയർ ചെയ്യുക, AC²/4 ആയില്ലേ? പ്ലസ് 4 ഇൻറ്റു ഇവിടെ ഇതിനെ സ്ക്വയർ ചെയ്യുക, എന്തായി? BD²/4 ആയില്ലേ? ഇതും ക്യാൻസലായി, അപ്പോൾ എന്ത് തന്നതാ? AC² പ്ലസ് BD². സി RHSലെത്തി. AC² പ്ലസ് BD², AC² പ്ലസ് BD². ഓക്കെ, സോ ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഗ്രൗണ്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. അതായത് ഇങ്ങനെയാണ് ഗ്രൗണ്ട്. അത് അങ്ങോട്ട് കാണിക്കാൻ അവിടെ ജനലാണ് കേട്ടോ. ഗ്രൗണ്ട് സൂപ്പറായില്ലേ ഗ്രൗണ്ട്? ഓക്കെ, നിരത്തിയിട്ടുണ്ട് സാറ്. നമുക്ക് ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഞാൻ അടുത്ത ബാച്ചിൻ്റെ കൂടെ ഫുട്ബോൾ കളിച്ചോളാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദി വീഡിയോ സെഷൻ. പ്ലീസ് വാച്ച് each video, each question properly without skipping any portion. Please practice each question twice and understand the method. I think today we have discussed a amount of interesting simple question. So please give an amount of time on this video. Please practice each question twice and understand the method. Let me wind up the video. It's your Shubin sir signing out. Thank you.